അല്ലാഹു 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 അല്ലാഹു. പിശാചിന്റെ സ്വാധീനം വീട്ടിലുണ്ടായ സംഭവിക്കുന്ന അപകടങ്ങൾ എന്താ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി നമ്മളെ വീട്ടിലൊരു കുഴപ്പവും പ്രശ്നം ഉണ്ടായാൽ പറയും ആ തന്തമാതിരി തന്നെ ഓളെന്ന് പറയും. ഓള പേർക്കാണ് ചാരില്ല. വീട്ടിലെ കലഹങ്ങളുടെ കാരണം എന്താണ്? വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവും വാപ്പയും മക്കളും ഉമ്മയും മക്കളും തമ്മിലുള്ള കലഹത്തിന്റെ കാരണം എന്താണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഇന്ന ഇബ്ലീസ യളവ അർശഹു അലൽ മാഇ. പിശാച് തന്റെ സിംഹാസനം വെള്ളത്തിനു മുകളിൽ കൊണ്ടുപോയി വെക്കുന്നതാണ്. തുമ്മ യബ്അഥു സറായാഹു, പിന്നെ പിശാച് തന്റെ സൈന്യത്തെ വിന്യസിക്കുന്നതാണ്. പിശാച് തന്റെ സിംഹാസനം വെള്ളത്തിന് മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് തന്റെ സൈന്യത്തെ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലേക്ക് വിന്യസിക്കുന്നതാണ്. ഫഅദ്നാഹും മിൻഹും മൻസിലാ അഅലമുഹും ഫിത്നാ. പിശാചിന്റെ കൂട്ടുകാരിൽ പിശാചിനോട്, ഈ വലിയ പിശാചിനോട് ഏറ്റവും അടുത്ത ആളാരാ? അഅലമുഹും ഫിത്നാ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഫിത്നയും നാശവും ഉണ്ടാക്കുന്ന ആളാ. അങ്ങനെ തന്റെ സിംഹാസനം വെള്ളത്തിന് മുകളിൽ വെച്ച് തന്റെ കൂട്ടുകാരെ സഹായികളെ ജനങ്ങളിലേക്ക് വിടുന്നതാണ്. അവർ ജനങ്ങളിൽ പോയി നാശങ്ങളും നട്ടങ്ങളും ഉണ്ടാക്കിയവർ തിരിച്ചു വരും. ഫയജീഉ അഹദുഹും, അങ്ങനെ അതാ ആദ്യത്തെ ആൾ തിരിച്ചു വരുന്നു. ഫയഖൂലു, അയാൾ ഈ വലിയെടുത്ത് വന്നിട്ട് പറയുന്നു, ഫഅൽതു കദാ വകദാ, ഞാൻ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാ വരുന്നത്. ഫയഖൂലു, അപ്പോൾ ഇവൻ ചോദിക്കുമത്രേ, മാ സനഅ, അപ്പോൾ ഇബ്ലീസ് പറയുമത്രേ, മാ സനഅത ശൈആ. ഒരാൾ വന്നിട്ട് പറയാണ്, എന്നും നിസ്കരിക്കുന്ന ഒരാളുണ്ടായിരുന്നോ, സുബഹി കൃത്യമായി ഖളാ ആകാതെ നിസ്കരിക്കുന്ന ആളായിരുന്നയാൾ, ഇന്ന് ഞാൻ അയാളെ ഉറക്കിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് പറയത്രേ, മാ സനഅത ശൈആ, നീ ചെയ്തൊന്നും വലുതൊന്നുമല്ല. എല്ലാ ദിവസവും 2 ജുസു ഖുർആൻ ഓതുന്ന ആളുണ്ടായിരുന്നോ, അയാളെ അന്ന് ഖുർആൻ ഓത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു കളഞ്ഞോ. ഇത് പറയുമ്പോ ഇവൻ പറയത്രേ, നീ ചെയ്തതൊന്നും അത്ര വലിയ എണ്ണി പറയാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ ഓരോരുത്തരും വന്നങ്ങനെ അവർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഖാല ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ധരിക്കുകയാണ്, മഹാന്മാരായ സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്നു, സുമ്മ യജീഉ അഹദുഹും, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ കടന്നു വരുന്നത്, പിശാചുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. ഫയഖൂലു, അയാൾ വന്നിട്ട് പറയും, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതി. നല്ല സ്നേഹബന്ധത്തിൽ കഴിയുന്ന ഒരു ഭാര്യയും ഭർത്താവ് ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, വീട്ടിൽ ആദ്യം ചെയ്യുന്ന പണി എന്താ ശ്രദ്ധിക്കണം, സമാധാനം കെടുത്തു കളയാൻ. വീട്ടിന്റെ അകത്തളത്തിലെ സമാധാനം കെടുത്തു കളയാൻ ഇവൻ ചെയ്യുന്ന ആദ്യത്തെ പണി എന്താ? ഇവൻ വലിയ പിശാചിനോട് പറയാണ്, നേതാവിനോട്, നല്ല സ്നേഹബന്ധത്തിലുള്ള ഒരു കുടുംബമുണ്ടായിരുന്നു, ഭാര്യയും ഭർത്താവും. ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതി, അവർക്കിടയിൽ ഞാൻ ഇന്ന് തെറ്റിച്ചു കളഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരെയും പിണക്കിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഫയുദിനി, ആ സമയത്ത് ഈ പിശാചിന്റെ നേതാവ് ആ പിശാചിനെ തന്നിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുമത്രേ. വയഖൂലു നിഅമ അൻത, നീയാണ് ഏറ്റവും ഉഷാറുള്ള പണി ചെയ്തത് എന്ന് ഇവനോട് പിശാച് പറയുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വീട്ടിന്റെ അകത്ത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കമുണ്ടാക്കിയത് ഇന്ന് പിണങ്ങി പോകുന്ന ആരെങ്കിലും ഉണ്ടോ? ഹജ്ജിന് പോയിട്ടും പിണങ്ങിയെന്ന് കൊണ്ടൊരു നിമിഷം 3 വട്ടം തെറ്റി. 3 വട്ടം. 2 വട്ടം ഞാൻ മധ്യസ്ഥനായി നിന്ന് ശരിപ്പെടുത്തി. 3ാമത്തെ വട്ടം പിന്നെ നാട്ടിക്ക് പോരിനോട് അനുബന്ധിച്ചാ തെറ്റിയിട്ട് പിന്നെ ഓലെങ്ങനെ പോകുന്ന ആരെങ്കിലും, ഇയാൾ എയർപോർട്ടിലെത്തിയിട്ട് അയാളുടെ സംസം ഈത്തപ്പഴും ബോക്സൊക്കെ എടുത്തിട്ട് ഊപ്പര് പുറത്തു വന്നു. ഭാര്യ ഓള സംസം തരികയാണ്. മക്കൾ കൊടുന്ന വണ്ടിക്ക് ഇയാൾ സാധനമൊക്കെ വെച്ച് കയറിയപ്പോ മക്കൾ വെച്ച് ഉമ്മയോടൊപ്പാന്ന് എനിക്കറിയില്ല. അപ്പൊ തന്നെ മക്കൾക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ അമ്മ വരുന്നു, ഉമ്മാന്റെ സംസമും ബോക്സും ഒക്കെ ഉന്തിയിട്ട് ഫറഖ്തു ബൈനഹു വബൈന സൗജതി, ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതി,
ഞാൻ അയാളുടെയും അയാളുടെ ഭാര്യയുടെയും ഇടയിൽ തെറ്റിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയുന്ന സമയത്ത് ഫയുദിനീഹി വയഖൂലു നിഅമ്മ അൻത. പിശാചിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി വീട്ടിന്റെ അകത്തലങ്ങളിൽ അസമാധാനം വിതക്കല. അതിന്റെ പിശാച് വീട്ടിന്റെ അകത്തേക്ക് കയറും. ആ കയറുന്ന വഴികളാ നമ്മൾ നേരത്തെ പറഞ്ഞ ചിലതെല്ലാം. ഇനി വേറെ ചില കാര്യങ്ങൾ വഴി ഞാൻ പറയുന്നുണ്ട്. അസ്വസ്ഥത ഉണ്ടാകുന്ന ഒന്നതാണല്ലോ അല്ലെ. ചില ആളുകൾക്ക് ഭാര്യ എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കും. ചിലർ വന്നിട്ട് പറയാറുണ്ട്, സാർ എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്റെ ഓളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഒരാഴ്ച ആയിട്ട് ഓൾ എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കുകയാണ്. ചായപ്പൊടി എന്ന് പറഞ്ഞാൽ അപ്പോഴും ദേഷ്യം പിടിക്കുക, പഞ്ചസാര വേണട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോഴും ദേഷ്യം പിടിക്കുക. നിങ്ങൾ എന്റെ ഇപ്പൊ ഇങ്ങനെ ഒരാഴ്ച ആയിട്ട് ഇങ്ങനെ തകരാറായി, എനിക്ക് അപ്പൊ അതിലേക്കാളും വലിയ മൂച്ചുപീരാന്തായി. പിശാച് നമുക്കിടയിൽ വർത്തിക്കുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയാൻ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തെറ്റിയാൽ സംഭവിക്കുന്നതല്ല എന്താ, പിന്നെ ആ കുടുംബം തകർന്നു പോവുകയാണ്. അതിലൂടെ ഒരുപാട് ലാഭങ്ങളുണ്ടവന്. ഒന്ന്, കുടുംബത്തെ തകർത്ത് കളയലാണ്. രണ്ട്, ആ കുടുംബത്തെ അത് മുഖേന ഒരുപാട് കുറ്റങ്ങളിലേക്ക് തള്ളിവിടുത്തലാണ്. അത് മുഖേന ഉണ്ടാകുന്ന കുറ്റങ്ങൾ പിന്നെന്തൊക്കെയെന്ന് ഞാൻ പറയണ്ടല്ലോ. അതേപോലെ പിശാച് വീട്ടിനകത്ത് സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞാൽ കുടുംബജീവിതത്തിൽ സംതൃപ്തിയില്ലാതെ വരുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ശാരീരികമായ ബന്ധത്തിൽ പോലും സംതൃപ്തിയില്ലാതെ വരോ. എപ്പോ പിശാച് വീട്ടിന്റെ അകത്ത് സ്വാധീനമുറപ്പിച്ചാൽ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതുകൊണ്ട് പറഞ്ഞല്ലോ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടാൻ ഒരുങ്ങുമ്പോൾ അവർ പറയണം, എന്താ പറയേണ്ടത്, അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വജന്നിബി ശൈത്താന ഫീമാ റസഖതനാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് നീ പിശാചിനെ അകറ്റിത്തരണേന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്കണേ, വീട്ടിന്റെ അകത്ത് നടക്കുന്ന ശാരീരികമായി ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാൻ പോകുന്നതിന് മുമ്പ് പോലും അള്ളാഹുവിനോട് അതിൽ നിന്ന് കാവൽ ചോദിച്ചു വേണേ. നിങ്ങൾ ശാരീരികമായി ബന്ധപ്പെടാനെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട്ടിലെപ്പോലും അവൻ ഇടപെടുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമം ഓർക്കാൻ മറന്നുപോയാൽ അയാൾ അവന്റെ ഭാര്യയോടൊപ്പം ലൈംഗിക വീഴ്ച നടത്തുന്നതോടുകൂടെ തന്നെ പിശാചും അവന്റെ ഭാര്യയുമായി ലൈംഗിക വീഴ്ച നടത്തുന്നുണ്ട് എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മളെന്താ വീട്ടിന്റെ കാര്യണ്ടത്, അവിടെ പോലും പിശാചിന്റെ സ്വാധീനമുണ്ട്. അതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് സംതൃപ്തി വരുന്നില്ല, ഭക്ഷണത്തിനൊരു ടേസ്റ്റും ഒരു രുചിയും സംതൃപ്തിയൊന്നും കിട്ടുന്നില്ല. അസുഖം മുഖേന വരുന്ന രുചിയില്ലായ്മയുണ്ട്. എന്നാൽ ഭക്ഷണം കഴിച്ചാൽ ഒരു സംതൃപ്തി ലഭിക്കായ്മ പിശാച് ഇടപെടുന്നതാണ്. ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അതിന് ഭക്ഷണം കഴിക്കുമ്പോൾ അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് കഴിക്കണമെന്നാണ്. അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ, ബിസ്മി ചൊല്ലാൻ മറന്നുപോയാൽ അയാളുടെ കൂടെ പിശാച് ഭക്ഷണം കഴിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി. പൊന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദുൽ ബൈത, ഒരാൾ തന്റെ വീട്ടിലേക്ക് കടന്നാൽ ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലിഹി, വീട്ടിലേക്ക് കടക്കുമ്പോൾ അല്ലാഹുവിന്റെ ദിക്റ് ചൊല്ലിയാൽ, വ ഇൻദ തുആമിഹി, ഭക്ഷണം കഴിക്കുമ്പോഴും ദിക്റ് ചൊല്ലിയിട്ട് അയാൾ ഭക്ഷണം കഴിച്ചാൽ, ഖാല ശൈത്താനു, പിശാചു പറയും, ലാ മല അശാ, നിങ്ങൾക്കിവിടെ താമസമോ ഭക്ഷണമോ ഇല്ല എന്ന് കൂടെ ഉള്ള ആളുകളോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ബിസ്മി ചൊല്ലാൻ മറന്നുപോയാലോ അവൻ പറയുമെന്ന്, നിങ്ങൾക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലാൻ അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാൻ മറന്നുപോയി, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നുപോയാൽ അവന് കൂടെയുള്ള ആളുകളോട് പറയും, നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസവും ഉച്ചരിക്കുകയാണ്. ഏതൊരാളും വീട്ടിൽ നിന്ന് പോകുമ്പോ അവന്റെ കൂടെ പിശാചും പോകുന്നതാണ് ഹബീബായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കുക. ഇന്ന് രാവിലെ സുബഹിസ്കരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അതെ ഭാര്യയ്ക്ക് ഒരാഴ്ചയായി ഒരു അസ്വസ്ഥത, ഒരു പേടി, ഒരു ബേജാറ്, ഉറക്ക് വരുന്നില്ല.
ഉറക്കു വരുന്നില്ല. ഇന്ന് രാവിലെ പിശാചിന്റെ സ്വാധീനമാകാമത്. അല്ലാഹു 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 അല്ലാഹു